2027 ഏകദിന ലോകകപ്പ് വരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടരാനുള്ള പദ്ധതികളുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിലും തുടരാനാണ് രോഹിത്തിന്റെ തീരുമാനം. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം താൻ വിരമിക്കുമെന്ന ശക്തമായ അഭ്യൂഹങ്ങൾക്ക് രോഹിത് മറുപടി പറഞ്ഞിരുന്നു. പറ്റുന്നിടത്തോളം കാലം ഏകദിനത്തിൽ തുടരുമെന്നാണ് രോഹിത് വ്യക്തമാക്കിയത്. ഇതിനായി ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചായ അഭിഷേക് നായർക്കൊപ്പം ദീർഘകാല പരിശീലന പദ്ധതിയാണ് രോഹിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ നായകന്റെ ഫിറ്റ്നസും ബാറ്റിംഗ് പരിശീലനവും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുമെല്ലാം ഇനി മുതൽ അഭിഷേക് നായരുടെ മേൽനോട്ടത്തിലായിരിക്കും. രഞ്ജി ട്രോഫിയിൽ മുംബൈ ടീമിലെ സാധാരണങ്ങളായിരുന്നു രോഹിത്തും അഭിഷേക് നായരും. ദക്ഷിണാഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായി വേദിയാകുന്ന 2027 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ 27 ഏകദിനങ്ങളിലാവും കളിക്കുക. ഈ മത്സരങ്ങളെ ലോകകപ്പിനുള്ള മുന്നൊരുക്കമായിട്ടാവും രോഹിത് സമീപിക്കുക. 2023 നഷ്ടമായ ലോകകപ്പ് 2027 നേടുകയാണ് രോഹിത്തിന്റെ ലക്ഷ്യം. ജൂണിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര. IPL പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ രോഹിത്തിന്റെ ഭാവിയിൽ തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ഇന്ത്യൻ ടീം സെലക്ടർമാർ. IPL ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ ഇന്ത്യൻസിലാണ് രോഹിത് കളിക്കുന്നത്. മുംബൈയുടെ ഓപ്പണറായി രോഹിത് കളിക്കാനെത്തും. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.